നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റ് പ്ലസ് ടു കെമിസ്ട്രിയിലെ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിലെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഡിഫക്ട്സ് ഓർ ഇംപെർഫെക്ഷൻ എന്നതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫക്ട്സ് ഓർ ഇംപെർഫെക്ഷൻ. അപ്പൊ നമുക്കറിയാം എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ പാർട്ടിക്കിൾസ് ഓർഡർലി ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവയുടെ പാർട്ടിക്കിൾസിന് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഓർഡർ ഉണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ പാർട്ടിക്കിൾസ് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഓർഡർലി ആയിട്ടുള്ള അറേഞ്ച്മെന്റിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന പേരാണ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ എന്ന് പറയും. അപ്പം എനി ഡീവിയേഷൻ ഫ്രം ദ ഓർഡർലി അറേഞ്ച്മെന്റ് ഇൻ എ ക്രിസ്റ്റൽ, ഈ ക്രിസ്റ്റലിന്റെ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഓർഡർലി ആയിട്ടുള്ള അറേഞ്ച്മെന്റിന് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന പേരാണ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ. അതായത് ഇപ്പൊ ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ഇവിടുന്ന് അവിടെ കാണപ്പെടുന്നില്ല, അപ്പൊ ഇത് ഇംപെർഫെക്റ്റ് ആയി. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ അറേഞ്ച്മെന്റിന് വ്യത്യാസം വന്നു, അവിടെ ഇംപെർഫെക്ഷൻ വന്നു. അപ്പൊ ഇത്തരത്തില് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഓർഡർലി ആയിട്ടുള്ള അറേഞ്ച്മെന്റ് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന പേരാണ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ടൈപ്സ് ഓഫ് ഡിഫക്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെ ടൈപ്പാണ് ഡിഫക്റ്റുകളുള്ളത്, ഡിഫക്റ്റുകൾ നമ്മൾ എന്തൊക്കെ ഒരു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡിഫക്റ്റ് നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിരത്തി തിരിച്ചിട്ടുണ്ട്. ഒന്ന് പോയിന്റ് ഡിഫക്റ്റ് എന്നും ഒന്ന് ലൈൻ ഡിഫക്റ്റ് എന്നും. അപ്പൊ എന്താണ് പോയിന്റ് ഡിഫക്റ്റ്, എന്താണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ പാർട്ടിക്കിൾസ് ഓർഡർലി ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇതിനൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഇറഗുലർ ആയിട്ട് കാണപ്പെടുന്നുള്ളൂ എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇറഗുലാരിറ്റി അറ്റ് എ പോയിന്റ്, ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുക്കുമ്പോൾ അതിന്റെ ഇറഗുലാരിറ്റി എന്നാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമേ ഉള്ളെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയും. അപ്പൊ ലൈൻ ഡിഫക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് കൺസിഡർ ചെയ്യണമെങ്കിൽ ലൈൻ ഡിഫക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ മൊത്തമായിട്ട് അല്ലെങ്കിൽ ഒരു റോ മൊത്തമായിട്ട് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നില്ല, അവിടെ ഇറഗുലാരിറ്റി കാണപ്പെടുകയാണ് എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. പോയിന്റ് ഡിഫക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് അറ്റ് എ പോയിന്റ്, ഡിഫക്റ്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമേ ഡിഫക്റ്റ് ഉള്ളെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പോയിന്റ് ഡിഫക്റ്റ് എന്നും. ഒരു എൻറ്റയർ റോ മൊത്തത്തിൽ ഡിഫക്റ്റ് കാണിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഡിഫക്റ്റ് അറ്റ് എൻറ്റയർ റോ, ആ ഒരു എൻറ്റയർ റോ മൊത്തത്തിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് കാണപ്പെടുന്നില്ല എങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ടൈപ്സ് ഓഫ് പോയിന്റ് ഡിഫക്ട്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. പോയിന്റ് ഡിഫക്റ്റുകൾ ഏതൊക്കെയാണെന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. പോയിന്റ് ഡിഫക്ട്സ്. പോയിന്റ് ഡിഫക്റ്റുകൾ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ഒന്നാമത്തെ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്നും രണ്ടാമത്തെ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, മൂന്നാമത്തെ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇങ്ങനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ പോയിന്റ് ഡിഫക്റ്റ് പ്രത്യേകം നമ്മൾ പറഞ്ഞു. പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രമേ, ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ അറേഞ്ച്മെന്റ് മാത്രമേ വ്യത്യാസം ഉള്ളെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. പോയിന്റ് ഡിഫക്റ്റിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞ് മൂന്നായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോന്നിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്നാണ് പറയാൻ പോകുന്നത്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ. സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ കാണപ്പെടുന്ന പാർട്ടിക്കിൾസിന്റെ റേഷ്യോ തുല്യമാണെങ്കിൽ, റേഷ്യോ ഒരുപോലെയാണെങ്കിൽ അതിന് നമ്മൾ അത് ഒരു സ്റ്റോഷിയോമെട്രിക് ക്രിസ്റ്റലാണ് നമ്മൾ പറയും. അതായത് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ 10 സോഡിയം അയോൺസും 10 ക്ലോറൈഡ് അയോൺസും ഉണ്ട്. അതായത് ഇവയുടെ തമ്മിലുള്ള അനുപാതം എന്ന് പറഞ്ഞാൽ 10:10 ആണ്. അതായത് 1:1, ഒരു ഈക്വൽ റേഷ്യോയിലാണ് അവ കാണപ്പെടുന്നത്. അപ്പോൾ സ്റ്റോഷിയോമെട്രിക് ആണ്. അപ്പൊ ഇവിടെ സ്റ്റോഷിയോമെട്രിക്ക് വ്യത്യാസം വരാത്ത ടൈപ്പ് ഡിഫക്റ്റുകൾ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിലുള്ള പാർട്ടിക്കിൾസിന്റെ റേഷ്യോയ്ക്ക് വ്യത്യാസം വരത്തില്ല, അത്തരത്തിലുള്ള ഡിഫക്റ്റ് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ടൈപ്സ് ഓഫ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ ഏതൊക്കെയാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ എന്നതിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ നമ്മൾ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞാൽ വേക്കൻസി ഡിഫക്റ്റ്, രണ്ടെന്ന് പറഞ്ഞാൽ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. ഇതാണ് രണ്ട് ഡിഫക്റ്റുകൾ. ഒന്ന് വേക്കൻസി ഡിഫക്റ്റ് എന്നും ഒന്ന് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്നും പറയും. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ വരുന്നത്, അതായത് സ്റ്റോഷിയോമെട്രിക് വ്യത്യാസം വരാത്ത ടൈപ്പ് ഡിഫക്റ്റ് ആണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതിൽ രണ്ട് ടൈപ്പ് ഡിഫക്റ്റ് ഉണ്ട്. ഒന്ന് വേക്കൻസി ഡിഫക്റ്റും ഒന്ന് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും. അതിൽ നമുക്ക് ആദ്യം നോക്കാം എന്താണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ.
വേക്കൻസി ഡിഫക്ട് നമ്മൾ പേരിൽ പറയുന്ന കണക്ക് തന്നെ അവിടെ വേക്കന്റ് ആയിരിക്കും. അവയുടെ അയോൺസ്, അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് അവിടെ വേക്കന്റ് ആയിരിക്കും. അവിടെ അവിടുന്ന് മിസ് ചെയ്ത് പോവുകയോ മിസ് ചെയ്ത് പോകും. അത്തരത്തിലുള്ള ഡിഫക്ട് നമ്മൾ പറയുന്നതാണ് വേക്കൻസി ഡിഫക്ട് എന്ന് പറയുന്നത്. ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. നമുക്കറിയാം എ ബി എന്ന് പറയുന്ന ക്രിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ ഇതാണ് അവയുടെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ്. എ ബി എന്ന് പറയുന്ന ക്രിസ്റ്റലാണ്. ഇതിന്റെ വേക്കൻസി ഡിഫക്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും അയോൺസ് ഇവിടുന്ന് വേക്കന്റ് ആയിട്ട്, അതായത് ഇവിടുന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോകും, ഇവിടെ കാണപ്പെടത്തില്ല എങ്കിൽ അത്തരത്തിലുള്ള ഡിഫക്റ്റിനെ പറയുന്നത് എ പ്ലസ് ആണ് കാണപ്പെടത്തില്ല, അല്ലെങ്കിൽ അതിന്റെ കൂടെ അതിന്റെ കൂടെ ബി മൈനസ് കാണപ്പെടത്തില്ല. അയോൺസ് കാണപ്പെടുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ പറയുന്നവരാണ് വേക്കൻസി ഡിഫക്ട് എന്ന് പറയുന്നത്. വേക്കൻസി ഡിഫക്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വേക്കൻസി ഡിഫക്ട് എക്സാമ്പിൾ ആണ് നമുക്ക് ഇവിടെ എഴുതിയേക്കാം. വേക്കൻസി ഡിഫക്റ്റിന്റെ എക്സാമ്പിൾ ആണ്. ഇത് നമ്മൾ പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഫസ്റ്റ് ഡിഫക്റ്റ് ആണ് ഷോർട്ട് കീ ഡിഫക്ട്. ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ് വേക്കൻസി ഡിഫക്റ്റിന്റെ എക്സാമ്പിൾ ആണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു വേക്കൻസി ഡിഫക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ്, അതായത് കാറ്റയോണും ഒരു കാറ്റയോൺ പോകണമെങ്കിൽ അതേ കണക്ക് ഒരു ആനിയോണും അവിടുത്തെ ലാറ്റിസ് പോയിന്റിൽ നിന്ന് മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഡിഫക്റ്റ് നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈക്വൽ നമ്പർ കാറ്റയോൺസും ആനിയോൺസും ഈ ലാറ്റിസ് പോയിന്റിൽ നിന്ന് മിസ് ചെയ്ത് പോകും എങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു എ പ്ലസ് അയോൺ പോയി കഴിഞ്ഞാൽ അതേ കണക്ക് ഒരു ബി മൈനസ്, ഒരു എ പ്ലസ് അയോൺ പോയി കഴിഞ്ഞാൽ ഒരു ബി മൈനസ് അയോൺ പോകും. രണ്ട് എ പ്ലസ് അയോൺസ് പോയി കഴിഞ്ഞാൽ രണ്ട് ബി മൈനസ് അയോൺസ് നമ്മുടെ ലാറ്റിസ് പോയിന്റിൽ നിന്ന് മിസ് ചെയ്ത് പോകണമെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദ ലാറ്റിസ് പോയിന്റ്. അത് എവിടെയാണ് ഇരിക്കുന്നത്, നമ്മുടെ അയോൺസ് കാണപ്പെടുന്ന പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്. ആ ലാറ്റിസ് പോയിന്റിൽ നിന്ന് ഈക്വൽ നമ്പർ കാറ്റയോൺസും ആനിയോൺസും മിസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് നമുക്ക് ഒരു പോസിറ്റീവ് അയൺ പോകുമ്പോൾ ഒരു നെഗറ്റീവ് അയണും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഒന്നും വ്യത്യാസം വരുന്നില്ല. അപ്പൊ അതിനെ നമ്മൾ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എത്ര പറയും, ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദ ലാറ്റിസ് പോയിന്റ്. ലാറ്റിസ് പോയിന്റിൽ നിന്ന് ഈക്വൽ നമ്പർ കാറ്റയോൺസും ആനിയോൺസും മിസ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇങ്ങനെ ഈക്വൽ നമ്പർ കാറ്റയോൺസും ആനിയോൺസും മിസ് ചെയ്ത് പോകുന്നത് കാരണം തന്നെ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മളിവിടെ പറയാം. ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ പ്രത്യേകതകളായിട്ട് നമ്മൾ പറയുന്നത് ഇതിന്റെ ഡെൻസിറ്റിക്ക് വ്യത്യാസം വരും. ഡെൻസിറ്റി എന്ത് ചെയ്യും, ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. അതാണ് ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ക്രിസ്റ്റൽ ഡിക്രീസസ്. ഷോർട്ട് കീ ഡിഫക്റ്റില് അതിന്റെ ഡെൻസിറ്റിക്ക് എന്ത് ചെയ്യും, ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. NaCl, KCl, AgBr ഇതൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇത് മാത്രം പറയണം. ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈക്വൽ നമ്പർ കാറ്റയോൺസും ആനിയോൺസും നമ്മുടെ ലാറ്റിസ് പോയിന്റിൽ നിന്ന് മിസ് ചെയ്ത് പോകും. അത് കാരണം അതിന്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്കൊന്നും വ്യത്യാസം വരത്തില്ല. അപ്പൊ അതാണ് വേക്കൻസി ഡിഫക്റ്റിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വേക്കൻസി ഡിഫക്റ്റ്, ഷോർട്ട് കീ ഡിഫക്റ്റ്. നമ്മൾ പറഞ്ഞ് ഒരെണ്ണം കൂടെ ഉണ്ട് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. നമ്മൾ വേക്കൻസി ഡിഫക്റ്റ് പറഞ്ഞു. നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. എന്താണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് നമ്മൾ ആ പേരിൽ നിന്ന് പറയുന്ന കണക്ക് തന്നെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകൾ അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ പോയിന്റിലോട്ടായിരിക്കും നമ്മുടെ അയോൺസ് കാണപ്പെടുന്നത്. ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അയോൺസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് വരുന്ന വേക്കന്റ് സ്പേസ് നമ്മൾ പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. ഇതിനിടയിൽ വരുന്ന ഈ അയോൺസ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇതിനിടയിൽ വരുന്ന വേക്കന്റ് സൈറ്റുകളെ പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇരിക്കേണ്ട അയോൺ, ലാറ്റിസ് പോയിന്റിൽ ഇരിക്കേണ്ട അയോൺ അവരുടെ ഒറിജിനൽ സ്ഥാനത്ത് നിന്ന് മാറി ഈ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്, അതായത് വേക്കന്റ് സൈറ്റിലോട്ട് മാറി ഇരുന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഫ്രെങ്കൽ ഡിഫക്റ്റ് ഇപ്പൊ ഫ്രെങ്കൽ ഡിഫക്റ്റിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് എ ബി എന്നൊരു ക്രിസ്റ്റലിനെ കൺസിഡർ ചെയ്യണം. എ പ്ലസ് ബി മൈനസ് അതായത് കണക്ക് നമ്മളൊരു ക്രിസ്റ്റലിനെ എ ബി എന്ന് പറഞ്ഞൊരു ക്രിസ്റ്റലിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫ്രെങ്കൽ ഡിഫക്റ്റിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അയോൺ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അയോണിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ സ്മാളർ അയോൺ, ഏറ്റവും ചെറിയ അയോൺ. സ്മാളർ അയോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാറ്റയോൺ. നമുക്ക് അയോൺസിൽ നമുക്ക് കാറ്റയോൺ ഉണ്ട്, ആനിയോൺ ഉണ്ട്. പോസിറ്റീവ് ചാർജുള്ള അയോൺ കാറ്റയോണും നെഗറ്റീവ് ചാർജുള്ള ആനിയോൺ ആണ്. ഇവിടുത്തെ സ്മാളർ അയോൺ ആയിട്ട് വരുന്ന നമ്മുടെ കാറ്റയോൺ ആണ്. കാറ്റയോൺ അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറി അതിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈഡിലോട്ട്, അതിന്റെ വേക്കന്റ് ആയിട്ടുള്ള ഈ സൈറ്റിലോട്ട് മാറിയിരുന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കാറ്റയോൺ സ്മാളർ അയോൺ എ പ്ലസ് അയോൺ അതിന്റെ ഒറിജിനൽ സൈഡിൽ നിന്ന് മാറി ഇവിടെ ഇരിക്കേണ്ട അയോൺ അതിന്റെ ഒറിജിനൽ സൈഡിൽ നിന്ന് മാറി ഇന്റർസ്റ്റീഷ്യൽ സൈഡിലോട്ട് വേക്കന്റ് സ്പേസിലോട്ട് മാറിയിരുന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ്
ഫ്രെങ്കൽ ഡിഫക്ട്. അപ്പൊ എന്താണ് ഫ്രെങ്കൽ ഡിഫക്ട് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ദ സ്മാളർ അയോൺ, അതായത് കാറ്റയോൺ ഈസ് ഡിസ്ലൊക്കേറ്റഡ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ടു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറി ഈ ഇന്റർസ്റ്റീഷ്യൽ പൊസിഷൻ, അതായത് വേക്കന്റ് സൈറ്റുകളിലോട്ട് മാറി ഇരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന പേരാണ് ഫ്രെങ്കൽ ഡിഫക്ട് എന്ന് പറയുന്നത്. ഫ്രെങ്കൽ ഡിഫക്ട് നമ്മളത് പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഷോർട്ട് കീ ഡിഫക്ട് നമ്മൾ പറഞ്ഞ അവിടെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്ന കാര്യം അവിടെ അയോൺസ് മിസ് ചെയ്ത് പോവുകയാണ്. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിക്ക് വ്യത്യാസം വരുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയോൺ ഇവിടെ തന്നെയുണ്ട്, അത് ഇവിടെ അതിന്റെ ഒറിജിനൽ പൊസിഷനിൽ മാറി ഈ വേക്കന്റ് സ്പേസിലോട്ട് മാറി ഇരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റിക്ക് വ്യത്യാസം വരുന്നില്ല. ഡെൻസിറ്റി റിമൈൻസ് ദ സെയിം. ഡെൻസിറ്റി എങ്ങനെയാണോ അതേ കണക്ക് തന്നെ അവിടെ കാണപ്പെടുന്നു, അവിടെ അതേ കണക്കായി. അപ്പൊ അതാണ് ഫ്രെങ്കൽ ഡിഫക്ട് എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഫ്രെങ്കൽ ഡിഫക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയും, സ്മാളർ അയോൺ, അതായത് കാറ്റയോൺ. സ്മാളർ അയോൺ ആണ് അവിടെ ഇതിനൊക്കെ ഡിസ്ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സ്മാളർ അയോൺ ഈസ് ഡിസ്ലൊക്കേറ്റഡ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ടു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അതായത് ഒറിജിനൽ സൈറ്റിൽ നിന്ന് മാറി ഈ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്, അതായത് വേക്കന്റ് സൈറ്റിലോട്ട് മാറിയിരിക്കണമെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്, ഫ്രെങ്കൽ ഡിഫക്ട് എന്ന് പറയുന്നത്. ഫ്രെങ്കൽ ഡിഫക്റ്റിൽ നമുക്ക് ഡെൻസിറ്റിക്ക് ഒന്നും വ്യത്യാസം വരുന്നില്ല. അതാണ് ഫ്രെങ്കൽ ഡിഫക്റ്റിന്റെ പ്രത്യേകത. എക്സാമ്പിൾ ആണ് AgCl, AgBr. ഇതൊക്കെ ഫ്രെങ്കൽ ഡിഫക്ട് കാണിക്കുന്ന ക്രിസ്റ്റൽസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ നേരത്തെയും പറഞ്ഞു ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സിൽവർ ബ്രോമൈഡ്, അത് ഷോർട്ട് കീ ഡിഫക്ട് കാണിക്കുന്ന ഒരു ക്രിസ്റ്റലാണ്. ഫ്രെങ്കൽ ഡിഫക്റ്റിന് ഒരു എക്സാമ്പിൾ ആണ് സിൽവർ ബ്രോമൈഡ്, അതും ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കുന്ന ഒരു ക്രിസ്റ്റലാണ് സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ചോദിക്കുന്ന ഒരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫക്റ്റും കാണിക്കുന്ന ഒരു ക്രിസ്റ്റലിന് എക്സാമ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ സിൽവർ ബ്രോമൈഡ്. സിൽവർ ബ്രോമൈഡ് ഷോസ് ബോത്ത് ഫ്രെങ്കൽ ആൻഡ് ഷോർട്ട് കീ ഡിഫക്ട്. ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രെങ്കൽ ഡിഫക്റ്റും കാണിക്കുന്ന ഒരു ക്രിസ്റ്റലിന് എക്സാമ്പിൾ ആണ് സിൽവർ ബ്രോമൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യം നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്. നമ്മളിപ്പം സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ എന്താണെന്ന് പറഞ്ഞു, ഇനി നമ്മൾ പറയുന്ന കാര്യം നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് നമുക്കറിയാവുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവയുടെ സ്റ്റോഷിയോമെട്രിക് വ്യത്യാസം വരുന്നില്ല. അതായത് അവയിലുള്ള കാറ്റയോൺസിന്റെ ആനിയോൺസിന്റെ റേഷ്യോക്ക് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ റേഷ്യോക്ക് വ്യത്യാസം വരും. അതായത് അവയുടെ സ്റ്റോഷിയോമെട്രി ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിലുള്ള ഡിഫക്റ്റുകൾ നമ്മൾ പറയുന്ന പേരാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊന്നാമത്തെ കാര്യം മെറ്റൽ എക്സസ് ഡിഫക്ട്. മെറ്റൽ എക്സസ് ഡിഫക്റ്റിനെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. അപ്പൊ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൽ വരുന്ന ഫസ്റ്റ് ഒരു ഡിഫക്റ്റ് ആണ് മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. അപ്പൊ അതിന്റെ പേരിൽ തന്നെ അറിയാം മെറ്റൽ എക്സസ് ആവും, അതായത് കാറ്റയോണിന്റെ എണ്ണം കൂടുതലാണ്, എക്സസ് ആവും. ആനിയോൺ വേക്കന്റ് ആവും, കാറ്റയോണിന്റെ എണ്ണം എക്സസ് ആവും. മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. നമ്മളവിടെ പറയുന്ന ഒരു എക്സാമ്പിൾ കൂടിയാണ് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ Na+ അയോൺസും Cl- അയോൺസും ഉണ്ട്. സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ അല്ലെ, Na+, Cl-. നമ്മൾ ഇതിന് ഈ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. നമ്മളതിനെ ഹീറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് സോഡിയം വേപ്പർ. നമ്മൾ സോഡിയം വേപ്പറിന്റെ സാന്നിധ്യത്തിലാണ് ഹീറ്റ് ചെയ്യുന്നത്. സോഡിയം വേപ്പറിൽ നമുക്കറിയാം സോഡിയം ആറ്റംസ് മാത്രമേ ഉള്ളൂ. നമ്മൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ സോഡിയം വേപ്പറിന്റെ സാന്നിധ്യത്തിൽ, സോഡിയം വേപ്പറിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലില് സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും ഉണ്ട്. ഇതിനെ നമ്മൾ സോഡിയം വേപ്പറിന്റെ സാന്നിധ്യത്തിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൽ ഇരിക്കുന്ന ക്ലോറൈഡ് അയോൺസിന് നമുക്കറിയാം അതിന് നെഗറ്റീവ് ചാർജ് ആണ്. ഈ ക്ലോറൈഡ് അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഡിയം ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യും. അതായത് ഇവിടെ ഇരിക്കുന്ന ഈ ക്ലോറൈഡ് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ സോഡിയം ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യും. സോഡിയം ആറ്റത്തിന് ക്ലോറൈഡ് അയോൺസുമായിട്ട് കമ്പൈൻ ചെയ്യാൻ കഴിയത്തില്ല. കാരണം നമുക്കിവിടെ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം, സോഡിയം അയോൺ ആയിട്ട് മാറണം. സോഡിയം അയോൺ ആയിട്ട് മാറുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, സോഡിയം അവിടുന്ന് ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. എന്തായിട്ട് മാറും, പോസിറ്റീവ് അയോൺ ആയിട്ട് മാറും, Na+ അയോൺ ആയിട്ട് മാറും. ഈ Na+ അയോൺ Cl-യുമായിട്ട് ചേർന്ന് സോഡിയം ക്ലോറൈഡ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ എന്ത് ചെയ്ത്, ഇവിടെ ഒരു ഇലക്ട്രോണിനെ അത് റിലീസ് ചെയ്ത്, സോഡിയം ആറ്റം ഒരു ഇലക്ട്രോണിനെ റിലീസ് ചെയ്ത്. ഇവിടെ അപ്പൊ എന്തായി, ഒരു വേക്കൻസി, ഇവിടെ ഒരു ആനിയോൺ വേക്കന്റ് ആയി. ആനിയോൺ വേക്കന്റ് ആയത് കാരണം ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്ക് വ്യത്യാസം വരും. അതായത് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോൺസും തമ്മിലുള്ള റേഷ്യയ്ക്കും വ്യത്യാസം വന്നു. അപ്പൊ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്കും വ്യത്യാസം വരും. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഈ സോഡിയം ആറ്റം ഇജക്ട് ചെയ്ത ഒരു ഇലക്ട്രോൺ ഇവിടെ ഈ ആനിയോൺ വേക്കൻസികളിൽ വന്ന് ഒക്കുപ്പൈ ചെയ്യും. അപ്പൊ ഇലക്ട്രോൺ നമ്മുടെ ആനിയോൺ ഇരുന്ന വേക്കൻസികളിൽ ഇലക്ട്രോൺ വന്ന് ചേർന്ന് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് എഫ് സെന്റർ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് കളർ സെന്റർ.
നമ്മൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എന്താണ് എഫ് സെന്റർ അല്ലെങ്കിൽ കളർ സെന്റർ എന്ന് പറഞ്ഞത്? അപ്പൊ ഇത്ര മാത്രമേ എഫ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനിയോൺ വേക്കൻസികളിൽ ഇലക്ട്രോൺസ് വന്നു ചേർന്നാൽ അതിന് നമ്മൾ പറയുന്നതാണ് എഫ് സെന്റർ അല്ലെങ്കിൽ കളർ സെന്റർ എന്ന് പറയുന്നത്. ആനിയോൺ വേക്കൻസീസ് ആർ ഒക്കുപ്പൈഡ് ബൈ ഇലക്ട്രോൺസ്. ആനിയോൺ വേക്കൻസി occupied by ഇലക്ട്രോൺസ്. ആനിയോൺ വേക്കൻസികളിൽ ഇലക്ട്രോൺസ് വന്നു ചേർന്നാൽ അതിന് നമ്മൾ പറയുന്നതാണ് എഫ് സെന്റർ അല്ലെങ്കിൽ കളർ സെന്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇലക്ട്രോൺസ് വന്നു ചേരുന്നത് കാരണം ഇതിനൊരു കളറും കൂടെ കിട്ടും. ഈ നമ്മുടെ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിന് ഒരു കളറും കൂടെ കിട്ടും, ഒരു യെല്ലോ കളർ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കളർ സെന്റർ എന്ന് പറയുന്നത്. ഒരു കളറും കൂടെ ഇലക്ട്രോൺസ് വന്നു ചേരുന്നതാണ്. കാര്യം നമുക്കറിയാം ഇലക്ട്രോൺസ് ആണ് നമ്മുടെ ലൈറ്റിൽ നിന്ന് നമ്മുടെ ലൈറ്റിനെ അബ്സോർവ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് ആണ് ലൈറ്റിനെ അബ്സോർവ് ചെയ്ത് ഓരോന്നിനും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കളർ കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇലക്ട്രോൺസ് വന്നു ചേർന്നതാണ് ക്രിസ്റ്റലിന് ഒരു കളർ കിട്ടും, യെല്ലോ കളർ കിട്ടും. നമ്മുടെ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിന് യെല്ലോ കളർ കിട്ടും. അപ്പൊ ഇത് നമ്മൾ പറയുന്നതാണ് എഫ് സെന്റർ അല്ലെങ്കിൽ കളർ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നോൺ സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്ട്? നമ്മൾ ഫസ്റ്റ് ഡിഫക്ട് പറയുന്ന മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റലിൽ നിന്ന് ഒരു ആനിയോൺ വേക്കന്റ് ആയിട്ട് മാറും. ആനിയോൺ ഇവിടുന്ന് വേക്കന്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ആനിയോൺ അവിടെ നിന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോകും. ആ വേക്കൻസികളിൽ ഇലക്ട്രോൺസ് വന്നു ചേരും. അപ്പൊ ഇത്തരത്തില് ആനിയോൺ വേക്കൻസികളിൽ ഇലക്ട്രോൺസ് ഒക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ന് പറയുന്നത് എഫ് സെന്റർ അല്ലെങ്കിൽ കളർ സെന്റർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇലക്ട്രോൺസ് വന്നു ചേരുന്ന കാരണം ആ ക്രിസ്റ്റലിന് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഒരു കളർ കിട്ടും. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ അത് യെല്ലോ കളർ ആയിട്ട് മാറും. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത് മെറ്റൽ എക്സസ് നോൺ സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്ട്. നമ്മൾ ഫസ്റ്റ് പറയുന്ന കാര്യം മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. അപ്പൊ ഇത് നമ്മൾ ഓർമ്മിച്ചിരിക്കുന്നത് എന്താണ് എഫ് സെന്റർ അല്ലെങ്കിൽ കളർ സെന്റർ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയുള്ള എഫ് സെന്റർ അല്ലെങ്കിൽ കളർ സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആനിയോൺ വേക്കൻസികളിൽ എന്ത് വന്നു ചേരും? ഇലക്ട്രോൺസ് വന്നു ചേർന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എഫ് സെന്റർ അല്ലെങ്കിൽ എന്ത് പറയുന്നത് കളർ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിൽ ഫസ്റ്റ് ഒന്നാന്ന് പറയുന്നത് മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോൺ വേക്കൻസി. അതിൽ രണ്ടാമത് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റോൺ. ഇത് മെറ്റൽ എക്സസ് ഡിഫക്ട് തന്നെ ഡ്യൂ ടു എക്സ്ട്രാ കാറ്റോൺ. ഇവിടെ നമ്മൾ പറയുന്ന കാര്യം, ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ കൂടിയാണ് പറയുന്നത്. നമ്മൾ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലിന് സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലിനെ നമ്മൾ ഹീറ്റ് ചെയ്യണമെങ്കിൽ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സിങ്ക് Zn2+ അയോൺസും ½ O2. ഓക്സിജൻ അവിടെ നിന്ന് പോകും, അവിടെ എന്തായാലും മാറും Zn2+ അയോൺസ് ആയിട്ട് മാറും +2 ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ അവിടുന്ന് റിലീസ് ചെയ്ത് പോയി. സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകത അവിടുന്ന് ഓക്സിജൻ അവിടുന്ന് റിലീസ് ചെയ്ത് പോകും. അവിടെ എന്ന് പറഞ്ഞാൽ ബാക്കി 2 Zn2+ അയോൺസും 2 ഇലക്ട്രോൺസും കാണും. ഈ അയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് Zn2+ O2- Zn2+. അതായത് നമ്മുടെ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം പറഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ അവിടുന്ന് റിലീസ് ചെയ്യും. ഓക്സിജൻ ഗ്യാസ് ആയിട്ട് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ റിലീസ് ചെയ്ത് പോകും. ബാക്കി Zn2+ അയോൺസും പിന്നെ ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും. ഈ സിങ്ക് ഓക്സൈഡ് അയോൺസ് എന്ന് പറഞ്ഞാൽ എവിടെ വന്ന് കാണപ്പെടും? നമ്മുടെ ഈ വേക്കന്റ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകളിൽ കാണപ്പെടും. അഡ്ജസന്റ് ആയിട്ട് തന്നെ ഇലക്ട്രോൺസും ഇത് കണക്ക് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകളിൽ കാണപ്പെടും. ഇതിനാണ് നമ്മൾ പറയുന്ന ഇവിടെ നമ്മുടെ മെറ്റൽ എക്സസ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റോൺ. ഇവിടെ കാറ്റോണിന്റെ എണ്ണം എക്സ്ട്രാ ആയിട്ട് മാറുന്നു. അതാണ് രണ്ടാമത് പറയുന്നത് മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റോൺ. അപ്പൊ ഇതാണ് നമ്മൾ നോൺ സ്റ്റോയിഷിയോമെട്രിക് ഡിഫക്റ്റിൽ പറയുന്ന രണ്ട് കാര്യം.